ഇത്രയും സമയത്തിനിടയ്ക്ക് നമ്മൾ ഇനി ഒന്നേന്ന് തൊട്ട് ഫിസിക്സിൻ്റെ ക്ലാസ് കണ്ട് കൺസെപ്റ്റ് ഉണ്ടാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള 2 സബ്ജക്റ്റ്, അതായത് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. 2 സബ്ജക്റ്റ് ആയിരുന്നെങ്കിലും കുഴപ്പമില്ല. ആ കൂട്ടത്തിലുള്ള ബയോളജിക്കാണ് ഏറ്റവും വെയിറ്റേജ്, നല്ല വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ ബയോളജിക്ക് ഒരു 340 350 മാർക്ക് സ്കോർ ചെയ്യുക, ഒരു കെമിസ്ട്രിക്ക് ഒരു 150 140 മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങളുടെ സ്കോർ ഓൾറെഡി 500+ പോയില്ലേടാ. എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് കമൻസാണ് നിങ്ങൾ ഈ വീഡിയോ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സെൽഫ് ഫിനാൻസിങ് MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് BAMS അല്ലെങ്കിൽ ഗവൺമെൻറ് BDS എങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കുട്ടികളും നമ്മളുടെ ഈ ഫാമിലിയിലുണ്ട്. അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി പറയാം. എൻ്റെ പേര് ശില്പ. ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിലെ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മളുടെ നീറ്റിന് 68 ദിവസം 23 മണിക്കൂർ 14 മിനിറ്റ് ഇത്രയും സെക്കൻഡ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇത്രയും കൂടെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്താലല്ലേ നമുക്ക് നീറ്റിന് നല്ലൊരു റാങ്ക് സെക്യൂർ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു MBBS സീറ്റോ അല്ലെങ്കിൽ ഒരു BDS സീറ്റോ നമുക്ക് സ്വന്തമാക്കാൻ പറ്റൂ. ഇപ്പോഴും നമ്മൾ ഒത്തിരി സമയം ഉള്ളതുപോലെ തന്നെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പഠിച്ച കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനുള്ള സമയമൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കൂടെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തേ പറ്റത്തുള്ളൂ. ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ നമ്മൾ നീറ്റിന് ചോദിക്കുന്ന ഫിസിക്സിനും അതുപോലെ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. പിന്നെ നീറ്റ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 60-70 മാർക്ക് മാത്രമേ നമുക്ക് ഈസി ആയിട്ട്, അതായത് ജസ്റ്റ് സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ സിമ്പിൾ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും നമുക്ക്, അതായത് ഡയറക്റ്റ് ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷമുള്ള ഒരു 50 മാർക്ക് ഒരു ഈസി ടു മോഡറേറ്റ് ലെവലാണ്. ഒരു കുറച്ച് കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, ബാക്കി 150 ബാക്കി കിടക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ടഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമുക്ക് നല്ല കൺസെപ്റ്റ് ഉണ്ടെങ്കിലും മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്ന കൊച്ചുങ്ങൾ, അതായത് ഇത്രയും സമയത്തിനിടയ്ക്ക് നമ്മൾ ഇനി ഒന്നേന്ന് തൊട്ട് ഫിസിക്സിൻ്റെ ക്ലാസ് കണ്ട് കൺസെപ്റ്റ് ഉണ്ടാക്കി ക്വസ്റ്റ്യൻസ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള 2 സബ്ജക്റ്റ്, അതായത് നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 സബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. 2 സബ്ജക്റ്റ് ആയിരുന്നെങ്കിലും കുഴപ്പമില്ല. ആ കൂട്ടത്തിലുള്ള ബയോളജിക്കാണ് ഏറ്റവും വെയിറ്റേജ്. 360 മാർക്കാണോ 180 മാർക്കാണോ വലുത്, അത് നമ്മൾ തീരുമാനിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ ഈ ഫിസിക്സിൻ്റെ പുറകെ ഓടി ഓടി കുറേ സമയം കളയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കെമിസ്ട്രിയും പോവും, ബയോളജിയും പോവും. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഫിസിക്സ് എത്ര പഠിച്ചു കഴിഞ്ഞാലും ടഫാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടുന്നത് ബയോളജിക്കും കെമിസ്ട്രിക്കുമാണ്. ബയോളജിയൊക്കെ ടഫായി കഴിഞ്ഞാലും അതിനൊരു ലിമിറ്റേഷൻ ഉണ്ടടാ. ആ ഒരു ലിമിറ്റ് വെച്ചിട്ട് അത് പുറത്തു പോകത്തില്ല. അതേസമയം ഫിസിക്സിൻ്റെ ഒന്നും കാര്യം അങ്ങനെയല്ല, നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ലെവലിൽ നിൽക്കുന്നവർ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബയോളജിയുടെ സ്കോർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. ഫിസിക്സിനൊക്കെ നല്ല വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ ബയോളജിക്ക് ഒരു 340 350 മാർക്ക് സ്കോർ ചെയ്യുക, ഒരു കെമിസ്ട്രിക്ക് ഒരു 150 140 മാർക്ക് സ്കോർ ചെയ്യുക. നിങ്ങളുടെ സ്കോർ ഓൾറെഡി 500+ പോയില്ലേടാ. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ഒരു 10 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ ഫിസിക്സ് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ, സിമ്പിൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ, സിമ്പിൾ തിയറി ആയിരിക്കും. അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് BDS, സെൽഫ് ഫിനാൻസിങ് MBBS, ഗവൺമെൻറ് BAMS ആഗ്രഹിക്കുന്ന കൊച്ചുങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കോർ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ ഫിസിക്സിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. നമ്മൾ ഈ കൺസെപ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാടാണ്. മാത്രമല്ല നമ്മൾ ഈ പലയിടത്തുനിന്നും പല പല ക്വസ്റ്റ്യൻസ് ചെയ്ത് പിന്നെ അത് റിവിഷൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഈ ഫിസിക്സ് പഠിക്കുന്നത് മൊത്തം അട്ടർ വേസ്റ്റാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളിപ്പം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്നത് ബയോളജിയിലാണ്. റിപ്പീറ്റഡ് ആയിട്ട് ടെക്സ്റ്റ് വായിക്കുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ടെക്സ്റ്റ് വായിക്കുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലായി, എല്ലാം നമുക്ക് അറിയാമെന്നൊരു തോന്നലുണ്ടാവും. പക്ഷെ നമ്മളിനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഇവിടുന്ന് ഇങ്ങനെയും ചോദിക്കാം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നോ ടെക്സ്റ്റിൽ, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇനി ടെക്സ്റ്റ് വായിച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൊരു പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾ വരേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബയോളജി നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ കാണിക്കുന്ന മണ്ടത്തരമാണ് ബയോളജി ഉള്ളതിൽ ഏറ്റവും ടഫായിട്ട് ചിലർ പറയുന്നത് മോളിക്കുലർ ബേസിസും ജെനറ്റിക്സും ഒക്കെയാണ്. പക്ഷേ അത് അത്രയും ടഫാണ് ഇവിടെ. ഇലക്ട്രോസ്റ്റാറ്റിക്സിനെയും നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയൊക്കെ അപേക്ഷിക്കുമ്പോൾ അത് അത്രയും ടഫാണ്. നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നൊക്കെ 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഇപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെയും ഇലക്ട്രോ പൊട്ടൻഷ്യലിൻ്റെ ഒക്കെ പുറകെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത് മിസ്സാക്കരുത്. നന്നായിട്ട് പഠിക്കുക, ബയോളജിയും കെമിസ്ട്രിയും നന്നായിട്ട് പഠിക്കുക. സ്കോർ ചെയ്യാൻ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണടാ. അത് വിട്ടിട്ട് നമ്മൾ ഫിസിക്സിൻ്റെ പുറകെ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും. ഞാനിപ്പം എൻ്റെ സമയത്ത് ഫിസിക്സ് നല്ല ടഫായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കും കെമിസ്ട്രിക്കും നല്ല സ്കോർ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഗവൺമെൻറ്റിലൊരു BDS അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ്ങിൽ ഒരു MBBS കിട്ടാനുള്ളൊരു സ്കോർ വന്നത്.
മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇൻ കേസ് ഈ ഫിസിക്സിൻ്റെ പുറകെ ഓടി 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 അതൊരു ടഫ് എക്സാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ലിമിറ്റിനപ്പുറത്തോട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കെമിസ്ട്രിയും ബയോളജിയൊക്കെ ടഫ് ആവുന്നുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റുണ്ട്. നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫിസിക്സ് ഈസി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ഒരു രീതിയിൽ പഠിച്ച് വെച്ചവർക്കും ചെയ്യാൻ പറ്റൂടാ. കാരണം സിമ്പിൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരിക്കും. അപ്പം ഫിസിക്സ് ഈസി ആണെങ്കിലും ടഫ് ആണെങ്കിലും നമ്മൾ ഫിസിക്സ് ഒരു മോഡറേറ്റ് ലെവലിൽ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ബാക്കി ഇമ്പോർട്ടൻസ് ബയോളജിക്ക് കൊടുക്കുക, കെമിസ്ട്രിക്ക് കൊടുക്കുക. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മേടിക്കുന്ന ഫിസിക്സിൽ ഒരു 4 മാർക്കിനേക്കാൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ബയോളജിയിൽ ഒരു 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിലും കുറച്ച് സമയം എടുത്ത് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ ബയോളജി നല്ല രീതിയിൽ പെട്ടെന്ന് സോൾവ് ചെയ്യുന്നൊരു സ്കില്ലും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു റീകളക്ട് ചെയ്യുന്നൊരു സ്കില്ലും ഒക്കെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫിസിക്സ് ഇത്തിരി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആണെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു സമയവും കാര്യങ്ങളും ചിന്തിക്കാനായിട്ടുള്ള സമയവും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നോക്കിയിട്ടുള്ള ചാപ്റ്റേഴ്സ് ചെയ്ത് പഠിച്ചിട്ട് ബാക്കി ഇമ്പോർട്ടൻസ് മൊത്തം കെമിസ്ട്രിക്കും ബയോളജിക്കും കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബയോളജി ലൈൻ ബൈ ലൈൻ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, 5 6 വട്ടം ടെക്സ്റ്റ് വായിക്കുക. ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പിന്നെ കെമിസ്ട്രി വീക്കായിട്ടുള്ളവർക്കാണെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു അപ്രോച്ച് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിനകത്തിൽ നിങ്ങൾക്ക് കുറച്ച് ട്രിക്സ് ഒക്കെ തരുന്ന കുറച്ച് യൂട്യൂബ് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോമൻക്ലേച്ചറൊക്കെ വീക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണേണ്ടുന്ന വീഡിയോസ് എവിടെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊന്ന് കയറി കണ്ടു നോക്കുക. ഫിസിക്സ് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരൊറ്റ ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. കാരണം ബ്രില്യൻ പാലയോ അല്ലെങ്കിൽ അലനോ അല്ലെങ്കിൽ സൈലമോ ഒന്നുമല്ല ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അവരുടെ ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല നീറ്റ് എക്സാമിന് ചോദിക്കുന്നത്. ഇപ്പം അവർ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കെന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ളൊരു ബുക്കായിരിക്കും. അപ്പം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്താലും മതി. കുറച്ച് കൊച്ചുങ്ങൾ ചേച്ചി ഞാൻ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ബുക്ക് ചെയ്യാണ്ട് ഞാൻ എങ്ങനെയാണ് നീറ്റ് എക്സാമിന് പോകുന്നത്? നിങ്ങൾ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തത് അവരുടെ മൊഡ്യൂൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരുടെ ക്ലാസ്സസിനും പിന്നെ അവരുടെ എക്സാംസിനും വേണ്ടിയിട്ടാണ്. മൊഡ്യൂൾ വേണ്ടെന്നല്ല, നിങ്ങളത് ഒരു വട്ടം ചെയ്തതല്ലേ. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പല ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഫസ്റ്റ് റാങ്കിന് വരെ അവർ ഇതാക്കി എടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് ചെയ്യുക. ആ ബുക്ക് തന്നെ ഫിക്സ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതിനകത്തിൽ എന്തായാലും ഉണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഇനി നിങ്ങൾ മുന്നോട്ട് പോകാൻ. കാരണം നമ്മളുടെ ലക്ഷ്യം നീറ്റ് 2026 ആണ് കേട്ടോ. അപ്പോൾ ബയോളജി ഇതുപോലെ നോക്കുക. കെമിസ്ട്രി ഡൗട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഫിസിക്സ് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിന് നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇക്വേഷൻസ് നോട്ട് ചെയ്തിട്ട് ഒരൊറ്റ ബുക്ക് ഫിക്സ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നിങ്ങൾ മോഡൽ എക്സാംസ് ഒക്കെ അപ്പിയർ ചെയ്യുന്നവരായിരിക്കും, അതിൻ്റെ നിങ്ങൾ തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു 300-400 സ്കോറിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവർക്ക് ഒരു 500-550 പ്ലസ് സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത്ര സമയമുള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് തിങ്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്പിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ ആപ്പിലാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ ടൈമർ കാണിച്ചു തന്നത്. ഇത് കണ്ടോ, ഇതിനകത്തിൽ നമുക്ക് നീറ്റ് എക്സാമിൻ്റെ ടൈമർ കാണാനായിട്ട് പറ്റും. അത് നമുക്കൊരു നല്ല മോട്ടിവേഷൻ ആയിരിക്കും. ഒന്നുകിൽ ഇനി ഇത്രയും ദിവസം ഉണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിന് അത് പോയിരിക്കും, അല്ലെങ്കിൽ ഇത്രയും ദിവസമേ ഉള്ളൂ, നമ്മൾ ഇനി ഇത്രയും കൂടെ നന്നായിട്ട് പഠിക്കണം എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾക്കിത് ഉപകാരമായിരിക്കും. അപ്പോൾ എല്ലാവരും ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹോം പേജിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റാൻഡമായിട്ട് ഡിസ്പ്ലേ ആവും. അപ്പോൾ നമുക്ക് അതിനകത്തിൽ അതായത് നമ്മൾ ചിലപ്പം വിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും, നമുക്കതൊന്നും കൂടെ ഒക്കെ ഒന്ന് മൈൻഡിലേക്ക് വരും. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതൊന്ന് അപ്പിയർ ചെയ്ത് അതൊന്ന് കറക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസും കൂടും കേട്ടോ. ഓരോ ദിവസം നീറ്റ് എക്സാമിൻ്റെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഇതുവരെ കഴിഞ്ഞിട്ടുള്ള നീറ്റിൻ്റെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്പ്ലേ ആവുന്നത്. ഇപ്പം നിങ്ങളത് ഒരു ആൻസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഇപ്പോൾ അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കാണാൻ പറ്റും. ഏറ്റവും താഴെ നിങ്ങൾക്കത് ഓർത്തിരിക്കാനായിട്ടുള്ളൊരു മെമ്മറി ട്രിക്കും ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ നിങ്ങളൊരു ബുക്ക് മാർക്ക് കണ്ടോ, ആ ബുക്ക് മാർക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുക്ക് മാർക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾക്കൊരു ഫോൾഡറിൽ ഓപ്പൺ ആവും. അപ്പോൾ നമുക്കത് മാത്രമായിട്ട് റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. കാരണം തെറ്റിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം റിവിഷൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റിക്കി കാർഡ്സ് കണ്ടോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ വായിക്കുകയാണ്, ഇപ്പോൾ ഞാൻ തുറന്നു വെച്ചേക്കുന്ന എൻ്റെ ENTയുടെ ടെക്സ്റ്റാണ് കേട്ടോ. നമ്മളിത് വായിച്ചിട്ട് നമ്മൾ ഇതിനകത്തിൽ ചില നമ്മൾ ഓർക്കാൻ മറക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പേപ്പറിൽ എഴുതി സ്റ്റിക്കി നോട്ട്സ് ആയിട്ട് പേസ്റ്റ് ചെയ്യത്തില്ലേ, അത് തന്നെ സംഭവം. നമ്മൾ ഓരോ ചാപ്റ്ററിനെയും പിക്ചർ മെമ്മറി ഫോക്കസ് ചെയ്തിട്ട് അവർ ഇങ്ങനെ കുറേ സ്റ്റിക്കി നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ റിവിഷൻ ചെയ്യാം. ഇപ്പോൾ അതിനകത്തിൽ നിങ്ങൾക്ക് വേണ്ടുന്നത് ബുക്ക് മാർക്ക് വെച്ച് സേവ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതും റിവിഷൻ ചെയ്യാം.
അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ ബാങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴും അതിനകത്തിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരു 50 to 100 റേഞ്ചിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പോൾ പിന്നെ എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം, അതായത് ഇപ്പോൾ ഒരു റിപ്പീറ്റ് ചെയ്യുന്നവർ, സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ആയിട്ട് അവർ ബ്രില്യൻറ്റിലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സൈലത്തിലെ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴത്തേക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അവർക്ക് ആൻസർ ഓർമ്മ വരും. അവർക്കത് ചെയ്യേണ്ട ഒരു സംഭവം വരത്തില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെയ്യേണ്ടുന്ന സ്കില്ല് അവിടെ കുറയാണ്. അതുകൊണ്ടും കൂടെയാണ് കുറേ പേർക്ക് നല്ല മാർക്കും കാര്യങ്ങളൊക്കെ ബ്രില്യൻറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ കണ്ട് പഴകിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെയൊക്കെ യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട്. പിന്നെ നമ്മൾ ടെസ്റ്റ് കണ്ടോ, ടെസ്റ്റിനകത്തിൽ 3 ടൈപ്പ് ടെസ്റ്റാണുള്ളത്. ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ ചാപ്റ്റർ എക്സാമാണ്. ഫുൾ ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസിക്സിലെ ഫുൾ ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഫുൾ ചാപ്റ്റർ, ബയോയിലെ ഫുൾ ചാപ്റ്റർ എക്സാമാണ്. അപ്പോൾ അത് നമുക്ക് വീക്ക്ലി വൺസ് ആയിട്ട് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും. ടൈം ടേബിളും നമുക്ക് ഈ ആപ്പിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ മിനി ടെസ്റ്റ് ഉണ്ട്. മിനി ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചാപ്റ്ററിലെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്നായിരിക്കും എക്സാം. മനസ്സിലായോ? ഇപ്പം നമ്മളിപ്പോൾ മോഷനെ സ്ട്രേറ്റ് ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്നായിരിക്കും എക്സാം. 10 MCQസും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക്, ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നമുക്ക് നല്ല തറവാവാനായിട്ടുള്ളൊരു ഹെൽപ്പ് ചെയ്യും. പിന്നെ സബ്ജക്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഓരോ ചാപ്റ്ററായിട്ടായിരിക്കും എക്സാമും കാര്യങ്ങളും വരുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ മുകളിലായിട്ടൊരു കസ്റ്റം മൊഡ്യൂൾ കണ്ടു. ആ കസ്റ്റം മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു സംഭവമാണ്. അതിനകത്തിൽ നമുക്ക് നമ്മുടെ ഡിഫിക്കൽറ്റി നമുക്ക് ക്വസ്റ്റ്യൻ ഏത് ഡിഫിക്കൽറ്റി റേഞ്ചിൽ വേണം, ഈസി വേണോ, മീഡിയം വേണോ, ഹാർഡ് വേണോ, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കണം, മൊത്തം MCQC എന്ന് ചോദിക്കണോ, അതായത് ഈ ആപ്പിലുള്ള മൊത്തം MCQC എന്ന് ചോദിക്കണോ, ഈ ആപ്പിലുള്ള അല്ല മൊത്തം MCQC എന്ന് ചോദിക്കണോ, അല്ലെങ്കിൽ ഈ ആപ്പിലുള്ള ക്വസ്റ്റ്യൻ ബാങ്കിലെ MCQC എന്ന് ചോദിക്കണോ, നിങ്ങൾ ബുക്ക് മാർക്ക് ചെയ്തിട്ടില്ലേ, അതായത് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാൻ പാടുള്ള സാധനങ്ങൾ അതിൽ നിന്ന് ചോദിക്കണോ, അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ഗ്രാൻഡ് ടെസ്റ്റിൻ്റെ MCQs എന്ന് ചോദിക്കണോ, അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ സബ്ജക്റ്റിൽ ഇപ്പം ബയോളജിയിൽ എല്ലാ ചാപ്റ്റേഴ്സും വേണോ, അല്ലെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് മതിയോ, ആ ഒരു രീതിയിലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അതും കഴിഞ്ഞിട്ട് നമുക്ക് ഡെഫിനിഷൻ, അതായത് സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വേണോ, ഫിഗേഴ്സ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വേണോ, ടേബിൾ ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് വേണോ, അസേർഷൻ റീസൺ വേണോ, അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമ്മളിതെല്ലാം സെലക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കോഡ് ജനറേറ്റ് ആവും. ഈ കോഡ് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുത്ത് ആ ആൾ ആപ്പിൽ ഈ ഒരു കോഡ് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പേർക്കും സെയിം ടൈം ഒരേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊന്നും വേണ്ടാത്തവർ അറ്റ്ലീസ്റ്റ് ഈ ആപ്പെങ്കിലും ഡൗൺലോഡ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടൈമറും റാൻഡമായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. നമുക്കൊരു ദിവസം ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് അത്രയെങ്കിലും കാര്യങ്ങൾ അറിയാമല്ലോ എന്നൊരു ആശ്വാസം വരും. ടൈമറൊക്കെ നമുക്ക് ഒരു നല്ല രീതിയിൽ യൂസ് ആക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. വേറൊരു പ്ലാറ്റ്ഫോമിലും ജോയിൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, അവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ ചോദിക്കുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. എന്തായാലും ഈ ഒരു റേറ്റിന് ഇത് ഭയങ്കര വേർത്തായിട്ടുള്ളൊരു ആപ്പാണ്. നിങ്ങൾക്ക് 25,000 MCQs അറ്റ്ലീസ്റ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ.